സൗരയൂഥത്തിനപ്പുറം ജീവനും ജലത്തിനുമുള്ള അന്വേഷണം നടത്തുകയാണ് ശാസ്ത്രലോകം. നാസയുടെ അത്തരം ഒരു അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് ഹിമപാളികൾക്കുള്ളിൽ ദ്രവജലമുള്ള സമുദ്രങ്ങളുള്ള 17 അന്യഗ്രഹങ്ങളിലാണ്. ആ ഹിമപാളികൾ തകർത്ത് ജലം ഇടയ്ക്കിടെ പുറത്തേക്ക് പ്രവഹിക്കാമെന്നും ഗവേഷകർ പറയുന്നു. ദൂരദർശിനി ഉപയോഗിച്ച് ആ ജലപ്രവാഹങ്ങൾ വീക്ഷിക്കാൻ സാധിക്കുന്ന അത്രയും അടുത്തുള്ള 2 ഗ്രഹങ്ങൾ ഗവേഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭൂഗർഭ ജലസമുദ്രത്തിനൊപ്പം ഊർജ സ്രോതസ്സും മൂലകങ്ങളും സംയുക്തങ്ങളും എല്ലാം ലഭ്യമാണെങ്കിൽ അവിടങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ തന്നെ ഈ പഠനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഭൂമിയിൽ പോലും സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഇരുട്ടിലും ആവാസ വ്യവസ്ഥകളുണ്ട്. ഇവിടുത്തെ ജീവികൾക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഹൈഡ്രോ തെർമൽ വെന്റുകളിൽ നിന്നാണ് ആവശ്യമായ ഊർജവും പോഷകങ്ങളും ലഭിക്കുന്നത്. 17 അന്യഗ്രഹങ്ങളിൽ ഭൂമിയോളം വലിപ്പമുള്ളതും എന്നാൽ സാന്ദ്രത കുറഞ്ഞതുമായ ഗ്രഹങ്ങളുണ്ട്. പാറകൾക്ക് പകരം ഗണ്യമായ അളവിൽ ഐസും വെള്ളവും ഇവിടെ ഉണ്ടായിരിക്കാം. എന്നാലും ഈ ഗ്രഹങ്ങളുടെ കൃത്യമായ ഘടന വ്യക്തമല്ല. എന്നാൽ ഉപരിതല താപനില പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രഹങ്ങൾ ഭൂമിയേക്കാൾ തണുപ്പുള്ള ഇടങ്ങളാണ്. അത് അവിടമാകെ ഐസ് നിറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്.